ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. ഞാൻ എന്താ ഒരു 5-5:30 ആ ടൈം തോന്നുന്നുണ്ട്. ആ സമയത്ത് ഇതൊന്നും മേലൊക്കെ കഴുകിയിട്ട് ജസ്റ്റ് മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാനായിട്ടോ. പുറത്തിറങ്ങുന്ന പറഞ്ഞാൽ മുറ്റത്ത് കണ്ടു ഹെയർ എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ വന്നിട്ടായിരുന്നു. അപ്പോൾ ചോലയിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ അവിടേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന്. എപ്പിയും ലാലും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആദ്യമൊക്കെ ചോലയ്ക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ ഇറങ്ങാനുള്ള വഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മേലെ പാലം കെട്ടിയോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ മേലെ പാലത്തിന് മേലെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണാത്രേനേ ഉള്ളൂ കേട്ടോ. വെറുതെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ ഒന്ന് വെറുതെ മുറ്റത്തേക്ക് പുറത്തിറങ്ങാത്രേനേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇതാ പോകാൻ നിൽക്കാം കേട്ടോ. ഞാൻ പോകാൻ നിന്നപ്പോഴാട്ടോ ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മേശ ഭയങ്കര അലങ്കോലമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരൊക്കെ കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്താ വന്ന പാടെ തന്നെ ആ ബാഗിൽ തന്നെയിട്ട് സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കാറൊന്നുമില്ല. പിന്നെ അതൊന്ന് വേണ്ട സാധനം എടുക്കും. പിന്നെ എനിക്ക് ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചിടണം കേട്ടോ, എന്നാലും കിട്ടുക. നമ്മൾ പെട്ടെന്ന് എല്ലാ സാധനവും ഇട്ടിട്ട് അങ്ങനെ വരുന്നതല്ലേ. അപ്പോൾ അത് അതിൽ തന്നെ എടുത്ത് വെച്ചിട്ട് പിന്നെ അത് ജസ്റ്റ് ഒന്ന് റൂമിൽ അങ്ങനെ കൊണ്ടുവച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ അത് കട്ടിൻ്റെ അടിക്ക് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ ഗപ്പിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കി കേട്ടോ. ഗപ്പി ജസ്റ്റ് വെറുതെ അവിടേക്കൊന്ന് പോയി നോക്കി. അപ്പോൾ നല്ലപോലെ ഈ പായൽ അസോള തന്നെ അസോള അതൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ നോക്കിയിട്ട് പിന്നെ അങ്ങനെ പാലത്തിൻ്റെ അടുക്ക് പോയിട്ടോ. അപ്പോൾ വെള്ളം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയ കുറച്ച് തന്നെ ഉള്ളു വെള്ളം. എന്നാലും വെറുതെ അവിടേക്കൊന്ന് പോയി നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇവിടെ എന്താ പറയുക, ഇതിൻ്റെ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ചൊരു സ്പേസ് ഒന്നുമില്ല. അതായത് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഞാൻ അവിടെ ആകുമ്പോൾ നമുക്ക് മേശയും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലാണല്ലോ എല്ലാം വെക്കൽ. അപ്പോൾ ഇവിടെ അങ്ങനെ ഞാൻ കൊടുന്ന ആ ബാഗിൽ തന്നെ അങ്ങനെ വെക്കാറാണ്, അങ്ങനെ എടുത്ത് വെക്കാറൊന്നുമില്ല എന്ന്. അപ്പോൾ എന്താ പറയുക, ഞാനങ്ങനെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് ഞാനങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറ്. അപ്പോൾ അവിടെ ഫുള്ളായിട്ട് ഞാൻ നിരത്തിയിടും. പിന്നെ ഞാൻ അങ്ങനെ അപ്പോഴൊന്നും എടുത്തു വെക്കില്ല. അപ്പോൾ നമുക്ക് ആരിലൊക്കെ പെട്ടെന്ന് വന്ന വേഗം കാണുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു സ്പേസ് ചെറിയ സ്പേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്കായിട്ട് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഈ ഒരു ടേബിളൊന്നുമല്ല, മറ്റേ ടി വി സ്റ്റാൻഡ് പഴയ ടി വി സ്റ്റാൻഡ്, ഞങ്ങളുടെ പഴയ ടി വിയുടെ സ്റ്റാൻഡായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോണത് വരെ എനിക്ക് തൽക്കാലം ഇതിൻ്റെ മേലെ വെച്ച് വീഡിയോസ് എടുക്കാം, അതിൻ്റെ ഐറ്റംസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനത് റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസത്തെ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മേലെ എൻ്റെ ഒരു ഫെദർ ക്ലോത്ത് ഞാൻ വിരിച്ചിട്ട് അതിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ടോ. നമുക്കായിട്ട് സ്വന്തമായിട്ട് ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയുക ഭയങ്കര ഒരു നല്ല രസമാട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വർക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം ഞാൻ ലാമ്പും കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് കത്തിച്ച് നോക്കിയിട്ട് നല്ല സ്മെല്ലാട്ടോ ആ ഒരു ക്യാൻഡിലിന്. അപ്പോൾ അതൊക്കെ കത്തിച്ചിട്ട് ഞാൻ നമുക്കൊരു എന്താ പറയുക ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന്, അതായത് ഇമേജൊക്കെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതായത് നമുക്ക് ഉണ്ടാക്കി നോക്കണമല്ലോ, എന്നിട്ടല്ലോ നമുക്ക് സക്സസ് ആയാലുള്ള വീഡിയോ ആയിട്ട് ഇടാൻ പറ്റും വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഒരു കമൻറ്റ് വന്നോട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം, വല്ലപ്പോഴും കിട്ടുന്ന കമൻറ്റാണ്. അപ്പോൾ അതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അതൊക്കെ ഒന്ന് വരച്ച് നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ നമ്മൾ വന്ന് പ്രമാണിച്ച് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ബിരിയാണിയും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് ചിയാ സീഡും പിന്നെ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ അടുക്കളയിൽ പോയിട്ട് അതൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ചിയാ സീഡ് ഞാൻ ഒരു കുറച്ച് എടുത്തിട്ട് പിന്നെ അങ്ങനെ അതങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ എന്താ പറയുക റൂമിൽ പോയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബദാമും അങ്ങനെ കാഷ്യൂനട്ടും അതൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലാമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കത്തിച്ച് നോക്കിയാട്ടോ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അത്ര തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.